ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ HSC എക്സാമിന് ഇനി ഏകദേശം 30 ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? അപ്പോൾ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്താൽ നമ്മുടെ റാങ്ക് നമുക്ക് ഏറ്റവും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്ന ചിന്തയിലാണ് എല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ത്രൂ ഔട്ട് കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഞാനിതിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും 3 കാറ്റഗറീസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു കൂട്ടർ അത്യാവശ്യം കുറച്ച് നാളുകളായിട്ട് ഇതിന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ എവിടേക്കോ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ക്രോഡീകരിക്കണം. അതോടൊപ്പം തന്നെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതുപോലെ തന്നെ മോഡൽ എക്സാംസ് എഴുതണം. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഈ ഒരു വിഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ എന്ന് തോന്നുന്നു. അതായത് എന്താ പറയുക, പഠനം എങ്ങും എത്തിയിട്ടില്ല. വിചാരിച്ചതുപോലെ പഠനം പലവട്ടം തുടങ്ങിയെങ്കിലും എവിടെയും എത്തിയിട്ടില്ല. എന്നാൽ ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. പഠിക്കണം എന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം കുറേ പഠിച്ചു, എന്തൊക്കെയോ പഠിച്ചു. ഇനി എന്താ പഠിക്കാനുള്ളതെന്ന് അറിയില്ല, എന്താണ് പഠിക്കാൻ പാടില്ലാത്തത് എന്നും അറിയില്ല, അല്ലെങ്കിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഇനി എന്ത് പഠിക്കണമെന്നും അറിയില്ല. ഇങ്ങനെ പ്രധാനമായിട്ടും 3 കാറ്റഗറിയിലാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ. ഇപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി നിങ്ങൾ ഏത് കാറ്റഗറിയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ നമ്മുടെ ഇൻഹൗസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റാങ്ക് ഹോൾഡറുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു. അതിന് വന്നത് നമ്മുടെ രജനിയാണ്. അപ്പോൾ ഡോക്ടർ രജനി. അപ്പോൾ രജനി ടീച്ചർ പറഞ്ഞത് മറ്റൊന്നുമല്ല, ഇനി പഠിക്കുന്നതിലാണ് കാര്യം. കാരണം പരീക്ഷയുടെ അടുത്ത് നിൽക്കുകയാണ് അല്ലേ? ഇനി പഠിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാനും അത്ഭുതത്തോടു കൂടി രജനി ടീച്ചറോട് ചോദിച്ചു, ഇത് പോസിബിൾ ആണോ? ഇനിയുള്ള ദിവസം പഠിച്ചാൽ കിട്ടുമോ എന്ന് പറയുമ്പോൾ രജനി ടീച്ചർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞാൻ ഇങ്ങനെയാണ് മിസ്സേ പഠിച്ചത്, ഇനിയുള്ള 30 ദിവസമാണ് കാര്യങ്ങൾ കിടക്കുന്നത്, അത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് ലിസ്റ്റിൽ കയറാൻ സാധിക്കും എന്ന് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും എല്ലാവരും പഠിക്കുക എന്നൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഇനിയുള്ള 30 ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹാർഡ് വർക്കൊക്കെ നമുക്ക് മാറ്റിവെക്കാം, സ്മാർട്ട് വർക്കിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത് എന്താണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. 15 ദിവസത്തെ ഒരു സൂപ്പർ റിവിഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ബൂസ്റ്റർ ബാച്ച്. ഈ ഒരു ബൂസ്റ്റർ ബാച്ചിലൂടെ നമ്മൾ കുട്ടികളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ചോദ്യങ്ങൾ തന്നെയാണ്. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഷോർട്ടേജ് കാണുന്ന ഒരു കാര്യവും ചോദ്യങ്ങളാണ്. കാരണം HSA പോലൊരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ പോലും കറക്റ്റ് പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നതാണ് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വെല്ലുവിളി. കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം മുതൽ HSAയിലെ ഏറ്റവും മികച്ച അധ്യാപകർ അണിനിരന്നുകൊണ്ട് നേടിയെടുത്ത റാങ്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അതേ അധ്യാപകർ തന്നെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങളുടെ ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് അവർ ഇനിയുള്ള ദിവസം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഏറ്റവും നല്ല ചോദ്യങ്ങളുമായിട്ട് അധ്യാപകർ നിങ്ങളിലേക്ക് വരികയാണ്. ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക, ടൈം മാനേജ്മെൻറ്റ് എൻഷുർ ചെയ്യുക. അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും പഠിത്തം എവിടെയും എത്താത്തവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പഠിച്ച് മുന്നോട്ട് എന്താ പറയുക, കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാവും ചില ഭാഗങ്ങൾ ഇനിയും പഠിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാവും. ശരിയല്ലേ? അങ്ങനെയുള്ള ഭാഗങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഒരു ടെൻഷനും വേണ്ട. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ്, HSAയുടെ ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ആപ്പിൽ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കിൻ്റെ ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. സോ ആ ക്ലാസ്സസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ട് നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തന്നെ മുന്നോട്ട് പോകാം. ഒരു ദിവസം 3 മണിക്കൂർ ലൈവ് സെഷൻ. അപ്പം ഏകദേശം 45 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്കിൻ്റെ നിലവാരം അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉയരത്തിലേക്ക് നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ സാധിക്കും. ഒരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ HSA ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് ഒരു മീറ്റപ്പ് സംഘടിപ്പിച്ച് ഏറ്റവും വലിയൊരു ടീമിലെ അധ്യാപകർ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ്. ധൈര്യമായിട്ട് ഇങ്ങൊന്ന് പോന്നോളുക. നമ്മുടെ HSA ബൂസ്റ്റർ ബാച്ച് അല്ലെങ്കിൽ സൂപ്പർ റിവിഷൻ ബാച്ച്. ഇവിടെ നിങ്ങൾ പരിചയപ്പെടുന്നത് ഏറ്റവും മികച്ച ചോദ്യങ്ങളായിരിക്കും. ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും. സംശയം വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാൻ ഒരു ആപ്പ് ഉണ്ട്. ഡൗട്ട്സ് ചോദിക്കാൻ മെൻറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ എല്ലാം കൊണ്ടും ഈ വരുന്ന 30 ദിവസം പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പഠിപ്പിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ഇതുവരെ നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള 30 ദിവസങ്ങൾ അവർക്ക് ഏറ്റവും നല്ലത് കൊടുക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും.
അടുത്ത പ്രാവശ്യത്തെ റാങ്ക് അതിൽ തീർച്ചയായിട്ടും ഏറ്റവും ഉന്നത റാങ്കിൽ ആദ്യ റാങ്കുകൾ CCയുടെ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യും. ഓരോരുത്തരെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു HSA സൂപ്പർ റിവിഷൻ അല്ലെങ്കിൽ ബൂസ്റ്റർ ബാച്ചിന്റെ ഭാഗമാകാനായിട്ട്. ഈ ഒരു ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ്. കാരണം ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസിന് നമ്മളിത് കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സീറ്റ്സ് മാത്രമാണ് നമുക്ക് ഇതിനകത്തുള്ളത്. സോ തീർച്ചയായിട്ടും ഈ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8589083568 എന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറക്കണ്ട, ഇനിയുള്ള 30 ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നാൽ പോലും 45 മണിക്കൂറുള്ള ക്വാളിറ്റി സ്റ്റഡി എൻഷുർ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമുക്ക് ഒരുമിച്ച് അത് എൻഷുർ ചെയ്യാൻ സാധിക്കും. കൃത്യമായ മെറ്റീരിയൽസിലൂടെ, ചോദ്യങ്ങളിലൂടെ, മോഡൽ എക്സാംസിലൂടെ, മെന്റർ സപ്പോർട്ടിലൂടെ എല്ലാം കൃത്യം നിങ്ങൾക്കൊരു ക്വാളിറ്റി സ്റ്റഡി നമുക്ക് ഈ ഒരു വരും ദിവസങ്ങളിൽ ഉറപ്പുവരുത്താൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ച് അല്ലെങ്കിൽ സൂപ്പർ റിവിഷൻ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് വേഗം കോൺടാക്ട് ചെയ്തോളുക. ക്ലാസ്സസ് ആരംഭിക്കുകയായി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻ ഹൗസ് ക്ലാസ്സസിൽ കാണാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെയും താങ്ക് യു.